രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല. വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രം. കാട്ടാനിറങ്ങി കൃഷി നശിപ്പിക്കുന്നതും റോഡിൽ മാർഗതടസ്സം സൃഷ്ടിക്കുന്നതും സ്ഥിരം കാഴ്ച. കാട്ടാന പ്രദേശവാസിയെ ചവിട്ടിക്കൊന്നതും നാട്ടുകാർ ഇപ്പോഴും ഓർക്കുന്നു. എന്നാൽ ചേലക്കൊല്ലി ഇപ്പോൾ മാറി. ഈ AI ക്യാമറ വരുന്നതിന്റെ മുമ്പ് ഭയങ്കര ആനശല്യായിരുന്നു. സ്ഥിരമായിട്ട് വരികയായിരുന്നു. രാവിലെയും വൈകുന്നേരമൊക്കെ വരലുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു ഇവിടെയൊക്കെ നിൽക്കാനൊക്കെ. ഇപ്പൊ ഇത് വന്നതിന് ശേഷം ഒരു ആനയില്ല, ഒന്നുമില്ല. ജീവികളൊന്നും ഇതിനെ മറികടന്ന് വരല്ല. ഇതിപ്പോ ഒരു വർഷമായി ഇതിന്റെ ഇത് കഴിഞ്ഞിട്ട്. AI ഫെൻസിംഗ് വന്നതോടെ ഇതുവഴി വന്യമൃഗങ്ങൾ എത്തുന്നില്ല. ശക്തിയും ബുദ്ധിയും കൂട്ടിയിണക്കി നിർമ്മിച്ചിട്ടുള്ള ഈ സ്മാർട്ട് ഫെൻസിങ്ങിനെ ആനയ്ക്ക് പോലും മറികടക്കാനായിട്ടില്ല. വന്യമൃഗങ്ങൾ ഫെൻസിംഗിന്റെ 100 മീറ്റർ അടുത്തെത്തിയാൽ AI സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങും. വന്യമൃഗങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷൻ RRT യൂണിറ്റ് മുതൽ തിരുവനന്തപുരത്തെ വനം വകുപ്പിന്റെ ഉന്നത ഓഫീസിൽ വരെ വിവരം ലഭിക്കും. ക്യാമറയിൽ നിന്നുള്ള ലൈവ് ദൃശ്യങ്ങളും ഇവിടേക്ക് ലഭിക്കും. അപായ മുന്നറിയിപ്പായി അലാം, ലൈറ്റുകൾ എന്നിവയും പ്രവർത്തിച്ചു തുടങ്ങും. വനാതിർത്തിയിലെത്തുന്ന വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനൊപ്പം അപകടങ്ങൾ മുന്നിൽ കണ്ട് ഒഴിവാക്കുന്നതിനായി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാനും ഈ സംവിധാനത്തിന് കഴിയും. ഇപ്പോൾ ഇതുവഴി വന്യമൃഗങ്ങളുടെ വരവ് നിലച്ചു. പ്രദേശവാസികൾക്ക് സമാധാനത്തോടെ ഉറങ്ങാനും കഴിയുന്നുണ്ട്.